ശരിക്കും പറഞ്ഞാൽ അന്ന് കൂപ്പർ ആ ബ്ലാക്ക് ഹോളിനകത്തോട് മരിച്ചു. നമ്മളെ ഭൂമിയിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. മർഫ് ഒരു ഇക്വേഷനും സോൾവ് ചെയ്തിട്ടില്ല. ഒരു സ്പേസ് സ്റ്റേഷനും നമ്മുടെ ശനി ഗ്രഹത്തിൻ്റെ ഓർബിറ്റിലൂടെ ഓർബിറ്റ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും സർവൈവ് ചെയ്തിട്ടില്ല. ഈ രണ്ട് സിനിമ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റർസ്റ്റെല്ലാർ ഇസ് ടു ഈസി ടു കൺവിൻസ്. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സർവൈവൽ മൂവിയാണ്. അതായത് ഭൂമിയിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഭൂമിയിലെ ആളുകൾ വേറൊരു പ്ലാനറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ളൊരു വേ ആയിരുന്നു ഇൻറ്റർസ്റ്റെല്ലാർ എന്നുള്ളൊരു മിഷൻ. അല്ലെങ്കിൽ ആരാണ് ഈ ദേ ആണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ദേ ആണ് ആ കോഡ് നിങ്ങൾക്ക് ആ വീട്ടിൽ എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദേ ആണ് ആ ശനിയുടെ സമീപം വേം ഹോൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആരാണ് ദേ? ഹു ആർ ദേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ മനുഷ്യന്മാരാണ്. പല കോൺസ്പിറൻസിയിലും പറയുന്നത് ദേ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ടാർസും കേസും പോലെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ, അതായത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു സമൂഹമാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ കഥ, ഈ ഒരു ഇൻറ്റർസ്റ്റെല്ലാർ എന്നുള്ള ഒരു പ്ലോട്ട് നമ്മൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല അത് വരേണ്ടത്. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയല്ലോ. ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ഫെർട്ടിലൈസ്ഡ് എഗ്സ് അമീലിയ ഗാർഗഞ്ചോ ബ്ലാക്ക് ഹോളിന് അടുത്തുള്ള ഗാഡ്മൻ പ്ലാനറ്റിൽ ആ ഒരു അവർ വളർത്തിക്കൊണ്ട് വന്ന, അല്ലെങ്കിൽ അമീലിയ വളർത്തിക്കൊണ്ട് വന്ന, അമീലിയയ്ക്ക് ശേഷമുള്ള ജനറേഷൻ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു സമൂഹം, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയ ആ ഒരു മനുഷ്യ സമൂഹമാണ്, അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്സ് മനുഷ്യ സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു ഗോഡ്സ് ലൈക്ക് പാർട്ടിക്കലാണ് ഈ ദേ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്തിൽ നമുക്ക് എനർജി തരുന്നത് ആരാണ്? സണ്ണാണ്. നമ്മുടെ നിയറസ്റ്റ് സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ മദർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള എനർജിയും നമ്മുടെ എർത്തിലെ അറ്റ്മോസ്ഫിയറും വെച്ചിട്ടാണ് ഓരോ മനുഷ്യരും ഓരോ ഇൻഡിവിജ്വലും പരിണമിക്കുന്നത്. നമ്മുടെ എർത്തിലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സണ്ണിലെ എനർജി വെച്ചിട്ടാണ്. പക്ഷേ ഓരോ പ്ലാനറ്റിലും, ബാക്കിയുള്ള പ്ലാനറ്റിലും ഒരിക്കലും നമ്മളെ പോലെ ഉള്ളൊരു ജീവിവർഗം ആവണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളാണ് നോർമൽ. പക്ഷേ ഇനി മേ ബി വേറൊരു ഗ്രഹത്തിൽ അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിൻ്റെ എനർജി വേറെ ലെവലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സ്റ്റാറിൻ്റെ എനർജി വേറെ ലെവലായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ഉണ്ടാകുന്ന ഒരു പ്ലാനറ്റിൽ വളർന്നു വരുന്നൊരു ജീവി ആ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിന് അനുസരിച്ചിട്ടാകും അവർ പരിണമിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ശരീരപ്രകൃതിയോ ആയിരിക്കില്ല മേ ബി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റലിജൻസോ ആയിരിക്കില്ല അവർ. മേ ബി അവർ കുറച്ചുകൂടി താഴ്ന്ന ചിന്താഗതിക്കാരോ, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് മേ ബി ചിലപ്പോൾ സൂപ്പർ പവേഴ്സും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ, അല്ലെങ്കിൽ ഒരുപാട് അൺനാച്ചുറൽ പവേഴ്സൊക്കെ ഉള്ള ആളുകളായിരിക്കാം. നമ്മുടെ കണ്ണിൽ നമ്മളാണ് നാച്ചുറൽ. പക്ഷേ വേറൊരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ വേറൊരു സ്റ്റാറിൻ്റെ വേറൊരു സോളാർ സിസ്റ്റത്തിലോ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് രീതിയിൽ ചകഞ്ഞു പോകേണ്ട ഈ ഒരു ഗാർഗഞ്ചോ ബ്ലാക്ക് ഹോളിനടുത്തുള്ള ആഡ്മൻ പ്ലാനറ്റിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പരിണമിച്ചുണ്ടായ ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യ സമൂഹം, നമ്മുടെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ആ മനുഷ്യ സമൂഹം ഡെവലപ്ഡായി മനുഷ്യരെക്കാൾ, നമ്മുടെ എർത്തിലെ മനുഷ്യരെക്കാൾ ഒരുപാടധികം ഡെവലപ്ഡായി അൺനാച്ചുറലായി പവേഴ്സുള്ള ആളുകളായി അവർ പരിണമിച്ച് ഒരു ഗോഡ്സ് ലെവൽ ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ഗോഡ്സ് ലെവൽ ഹ്യൂമൻ ബീയിങ്ങായി അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദേ എന്ന് പറഞ്ഞ ആളുകൾ മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു ഡയമെൻഷനിലും ആക്സസ് ചെയ്യാനും, ഏതൊരു ടൈമിലും, ഏതൊരു ടൈം ലൈനിലും അവർക്ക് കടന്നു ചെല്ലാനും, പക്ഷേ അവർക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കില്ല. അതായിരുന്നു നമ്മൾ ഇൻറ്റർസ്റ്റെല്ലാറിൽ കണ്ടത്. അവർക്ക് വേം ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിനകത്ത് ടെസ്സറാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അവരുടെ ഭാവി അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ള ഒരു മനുഷ്യനെ അവർക്ക് സേഫ് ആക്കാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഈ സാറ്റേണിന് അടുത്തുള്ള വേം ഹോളും അതേപോലെ ബ്ലാക്ക് ഹോളിനകത്തുള്ള ടെസ്സറാക്റ്റും ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ദേ ആണ്. എന്തിനാണ് അവർ ഇതൊക്കെ ചെയ്തത്? അവിടെയാണ് നമുക്ക് ഇൻറ്റർസ്റ്റെല്ലാറിലെ രണ്ട് റിയാലിറ്റികളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് രണ്ട് റിയാലിറ്റി നടന്നിരിക്കുന്നത്. അതായത് റിയാലിറ്റി 1, റിയാലിറ്റി 2. റിയാലിറ്റി 1-ൽ നമ്മളെല്ലാവരും മരിച്ചു. എർത്തിൽ ആരും തന്നെ സർവൈവ് ചെയ്തില്ല. അതായത് പ്ലാൻ എ ഇസ് എ ഡാം. പ്ലാൻ എ അവിടെ നടന്നത് ഏതാ? പ്ലാൻ ബി മാത്രമായിരുന്നു. അതായത് അമീലിയെ കൊണ്ടുപോയ ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആഡ്മൻ പ്ലാനറ്റിൽ വെച്ചിട്ട് അത് ഗ്രോ ചെയ്ത് പിന്നീട് അതൊരു മനുഷ്യ സമൂഹമായി, പിന്നീട് അതൊരു ഗോഡ്സ് ലൈക്ക് ദേ എന്നൊരു മനുഷ്യ സമൂഹം അവിടെ ഉണ്ടായി. എന്നാൽ റിയാലിറ്റി 2-ൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേ, അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ എഗ്സ് വളർന്നു വലുതായ ഇത്രയും ഡെവലപ്ഡായ അൺനാച്ചുറൽ പവറുള്ള ഈ ഒരു ദേ എന്ന സമൂഹം അവർ നമ്മുടെ പൂർവികരെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും എങ്ങനെ നമ്മളിവിടെ എത്തി, നമ്മുടെ മുന്നത്തെ മദർ പ്ലാനറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ മദർ പ്ലാനറ്റ് എങ്ങനെ നശിച്ചുപോയി, ഈ ടൈം ലൈനിലോട്ട് ആക്സസ് ഉള്ള ഇവർക്ക് എന്തുകൊണ്ട് നമ്മുടെ എർത്തിനെയും എർത്തിലെ ബാക്കിയുള്ള ജീവനെയും എന്തുകൊണ്ട് രക്ഷിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെയാണ് റിയാലിറ്റി 2 ഉണ്ടാകുന്നത്. മനസ്സിലായോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അതായത് റിയാലിറ്റി 1-ൽ നമ്മളെല്ലാവരും മരിച്ചു.
അവിടെ ഒരു എന്താ പറയുക, ഒരു സർവൈവൽ, എർത്തിൽ ആർക്കും തന്നെ സർവൈവൽ ഉണ്ടായിട്ടില്ല. എന്നാൽ റിയാലിറ്റി 2-ൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം ആളുകൾ, അതായത് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവരുള്ള ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ദേ എന്നൊരു സമൂഹം, അവർക്ക് നമ്മളെ എങ്ങനെയും രക്ഷിക്കണമായിരുന്നു. അവർക്ക് ടൈമിലൂടെ ബാക്കിലേക്ക് സഞ്ചരിക്കാം, ഫോർവേഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ അവർക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സെലക്ട് ചെയ്തത്, അതായിരുന്നു നമ്മുടെ കൂപ്പർ. അവർ ഈ ടൈം ബാക്ക്വേഡ് ചെയ്ത് ഒരു മോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ ഇത്രയും ഇൻ്റലിജൻറ്റ് മൈൻഡുള്ള കൂപ്പറിന് വിട്ടുകൊടുത്ത് അങ്ങനെയാണ് ഈ ഒരു ബോംബ് ഹോൾ ക്രിയേറ്റ് ചെയ്തതും ബോംബ് ഹോളിനകത്തൂടെ നമ്മളെ ഈ ഒരു മെഷീൻ കടന്നു പോയതും, അല്ലെങ്കിൽ അവരൊരു മെഷീൻ, ഇൻഡസ്ട്രിയൽ മെഷീൻ അവർ ചെയ്തതും, ഇത്രയും കാര്യങ്ങളുണ്ടായത് ഈ ഒരു ദേ എന്ന വർഗം അവർ ചെയ്ത ഒരു രണ്ടാമത്തെ സെക്കൻഡ് ട്രൈ ആയിരുന്നു. എന്നാൽ ആ ട്രൈ വിജയിക്കുകയും ചെയ്തു. സോ റിയാലിറ്റി 1 അവിടെ നശിച്ചെങ്കിലും റിയാലിറ്റി 1 അവിടെ ക്യാൻസൽ ആവുകയാണ് ചെയ്തത്. റിയാലിറ്റി 2-ലാണ് നമ്മുടെ ഇൻട്രസ്റ്റെല്ലാർ മൂവി മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. സോ ദേ എന്ന നമ്മുടെ ഭാവി സമൂഹമാണ് നമുക്കൊരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് എന്ന രീതിയിൽ രക്ഷപ്പെടൽ സാധ്യമാക്കി തന്നത്. സോ ഇവരായിരുന്നു ദേ എന്ന അവർ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് എന്താ പറയുക, മനസ്സിലാക്കാൻ അത്ര പാടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഒന്നിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു 2 റിയാലിറ്റിയിൽ ഒരു റിയാലിറ്റി ക്യാൻസലായി പോയി, രണ്ടാമത്തെ റിയാലിറ്റി ആയിരുന്നു ആ എൻ്റയർ മൂവി. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ